ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക സമം 2 നക്ഷത്രം സമം ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ 2 ഭാവാധിപനാണ്. ഒന്ന് 9ാം ഭാവാധിപനാണ്. അവരുടെ ഭാഗ്യമാണ്, പിതാവാണ്, അവരുടെ തപസ്സാണ്, അവരുടെ സാധനയാണ്, ധർമ്മദൈവങ്ങളാണ്. ഈ ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു. പിന്നീട് ചൊവ്വ 4ാം ഭാവാധിപനാണ്. ഭൂമി, വീട്, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, വാഹനം, ആഡംബരം, സുഖഭോഗങ്ങൾ, ഇതൊക്കെ ചിന്തിക്കണം. ആ ചൊവ്വ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഏറ്റവും നല്ല സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് 40 ദിവസക്കാലം. ഫെബ്രുവരി 23. ആലോചിക്കുക, ഭൂമി ലാഭം ഉണ്ടാകും, പൈതൃകമായ സ്വത്ത് ലഭിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് ലഭിക്കും, ശത്രുക്കളെ വകവരുത്തും. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം നന്മകൾ ഈ ചൊവ്വ പ്രദാനം ചെയ്യും. ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ ഭൂമിപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥത പറയുക. തൻ്റെ ശക്തി, സത്വഗുണം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവിടെ ആളായി അവരുടെ പ്രശ്നങ്ങൾ തീർക്കുക. അതിൻ്റെ കാശ് വാങ്ങി കീശയിലെടുക്കുക. ധാരാളം കാശുണ്ടാകും. അത് ചിലവാക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 6ൽ ചൊവ്വ വന്നാൽ വിലിയേത വിത്തം ലഭേദാഭി ഭൂരി. ധാരാളം ധനം ലഭിക്കും. ലഭേദാഭി ഭൂരി. ധാരാളം ചിലവാക്കട്ടെ. കാശുണ്ടെങ്കിൽ ചിലവാക്കാമല്ലോ. പലപ്പോഴും വലിയ വലിയ കേസുകൾ, തർക്കങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കി മധ്യസ്ഥതയിൽ മുന്നിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നടക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുത്ത് തൻ്റെ കാശ് വാങ്ങി കീശയിലിടാം. ആർക്ക്? ചിങ്ങൻ രാശിക്കാർ. ചിങ്ങൻ രാശിക്കാർ സ്വതവേ ആത്മാർത്ഥതയുള്ളവരാണ്. അവർ ഡെഡിക്കേഷനാണ് വളരെയധികം. ഒരു കാര്യം ഏറ്റെടുത്താൽ എങ്ങനെ നടത്തി കൊടുക്കും ചിങ്ങൻ രാശിക്കാർ. അവർക്ക് ഈ ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. സത്യവും ധർമ്മവും ധാർമ്മികതയും പുലർത്തുന്ന രാശിക്കാരൻ്റെ ചിങ്ങൻ രാശിക്കാർ എപ്പോഴും അവരുടെ ഓരോ ചലനത്തിൽ നിങ്ങൾക്ക് കാണാം. വലിയ ചതിവൊന്നുമില്ലാതെ വിശ്വസിക്കാൻ പറ്റാം. ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, പദവിയിൽ ഇരിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള രാശിക്കാരെ ഇരുത്തണമെന്ന്. അവർ പലപ്പോഴും സ്റ്റേബിളായി സ്ഥിരരാശിയാണ്. ഒരു സ്ഥലത്തിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യും ഈ ചിങ്ങൻ രാശിക്കാർ. ഇങ്ങനെ ധാരാളം നന്മകളുള്ളവരാണ് ചിങ്ങൻ രാശിക്കാരെന്ന് അറിയുക. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ. 6ൽ ചൊവ്വ വരുമ്പോൾ ബലവാനുമാകും, ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി എന്താവണെയും പറഞ്ഞ ഫലം അതുതന്നെയാണ്. ഇന്നത്തെ ഇഷ്ടന്തി ഷട്ടേ അരയഹ അങ്കാരകവൈ തതങ്കേരത സങ്കരേ ശക്തിമന്ദ. യുദ്ധത്തിൽ എത്ര ശക്തനായ ശത്രു വന്നാലും 6ൽ ചൊവ്വ നിന്നാൽ ആ വ്യക്തിയോട് ഏറ്റുമുട്ടാൻ നിൽക്കില്ല. മനീഷ സുഖി മാതുലോവ എന്ന തത്വം നല്ല ബുദ്ധിശക്തി പ്രകടിപ്പിക്കും, നല്ല സുഖം പ്രദാനം ചെയ്യും. അമ്മാവന്മാർക്ക്, അമ്മയുടെ ഭാഗത്തുള്ളവർക്ക്, അമ്മാവന്മാർക്ക് രോഗാദി അരിഷ്ടകൾ വരും. വിരിയേത വിത്തം ലഭേദാഭിപുരി. എത്ര കാശ് കിട്ടിയാലും അങ്ങനത്തെ ചിലവാക്കും. അതിനാൽ ധനം വ്യയം ചെയ്യുവാൻ ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ള 6ൽ ചൊവ്വ വരുമ്പോൾ. പക്ഷേ ധാരാളം കാശ് വരട്ടെ, അനുകൂലമായി നീങ്ങട്ടെ. ഭൂമി ലാഭം, ഭൂമിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൻ്റെ രാഷ്ട്രീയ ശക്തി, ഇച്ഛാശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കാൻ ഏറ്റവും അധികം ചിങ്ങൻ രാശിക്കാർക്ക് സമയമുണ്ട് ഈ 40 ദിവസക്കാലം എന്ന് പ്രാർത്ഥിക്കുന്നു. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുക. ശാരീരികമായ ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ട്, രക്തദൂഷ്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. നന്ദി, നമസ്തേ.